നമുക്കിന്നൊരു പുതിയ ടോപ്പിക്കിനെ പറ്റി നോക്കാം. നിങ്ങളെല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ്. ഫോക്കസ് എന്നാണ് ആ ടോപ്പിക്കിൻ്റെ പേര്. ഈ ഫോക്കസിനകത്ത് നമുക്കറിയാം ലെറ്റേഴ്സ് എഫ് ഉണ്ട്, ഒ ഉണ്ട്, സി ഉണ്ട്, യു ഉണ്ട്, എസ് ഉണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ. എഫ് എന്ന് പറഞ്ഞാൽ ഫോളോ, ഒ എന്ന് പറഞ്ഞാൽ വൺ, സി എന്ന് പറഞ്ഞാൽ കോസ്, യു എന്ന് പറഞ്ഞാൽ അൻറ്റിൽ, എസ് എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ. അതായത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്തായാലും അത് ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്യുക, അത് സക്സസ്ഫുൾ ആകുന്നത് വരെ. നമുക്കുണ്ടാകുന്ന എല്ലാവരുടെയും തെറ്റിദ്ധാരണ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ നേടാൻ പറ്റുമെന്നാണ്. ഒരിക്കലുമല്ല. ഒരേ ഒരു കാര്യം മാത്രം ഒരേ സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുക. നമുക്ക് എന്താണോ ഗോള്, ആ ഗോളിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുക. നമ്മൾ ഒരിക്കലും പെർഫെക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്യുക. അപ്പം തന്നാൽ അതെല്ലാം ശരിയായിക്കോളും. നമ്മൾ പെർഫെക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഒരുപാട് സമയം നമ്മൾ കളയാറുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സമയം മാത്രമാണ് നഷ്ടമാകുന്നത്. നമുക്ക് ആകെ കളയാനായിട്ട് സമയമൊന്നുമില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എന്താണോ ഗോള് അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരൊറ്റ ഗോള് മാത്രം നോക്കി അതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എങ്കിൽ വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോഴുള്ള ഏതെങ്കിലും ഒരു ഗോൾ എടുക്കുക. അത് ചിലപ്പോൾ ഒരു ഷോർട്ട് ടേം ഗോളായിരിക്കാം, അല്ലെങ്കിൽ ലോങ് ടേം ഗോളായിരിക്കാം, അല്ലെങ്കിൽ സ്മാർട്ട് ഗോളായിരിക്കാം. ഏത് ഗോളാണെങ്കിലും നിങ്ങൾക്ക് ആദ്യം അച്ചീവ് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക. എല്ലാ ദിവസവും അതിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക. ഓട്ടോമാറ്റിക്കലി ആ കാര്യം നമ്മളറിയാതെ തന്നെ ചെയ്യുന്നതായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഗോളുകൾ എടുക്കുക. ഇങ്ങനെ ഓരോ കാര്യങ്ങളും പ്രയോറിറ്റൈസ് ചെയ്ത് ഇമ്പോർട്ടൻസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഗോളുകൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ കൂടെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫോക്കസ് അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ട് അറിയാൻ പറ്റും. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. താങ്ക് യു.